വെൽക്കം ടു സിമ്പിൾ വേൾഡ് ഓഫ് സാൻസ്ക്രിറ്റ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ 3ാം പാഠമായ ഭ്രാതൃസ്നേഹ എന്ന പാഠത്തിലെ ആദ്യ ശ്ലോകത്തിൽ വൃത്രാസുരനെ കുറിച്ച് പരാമർശമുണ്ട്. എല്ലാവർക്കും അപ്പോൾ ഒരു സംശയമാണ്, ആരാണ് വൃത്രാസുരൻ? വൃത്രാസുരനും ജടായുവും സമ്പാദിയും തമ്മിൽ എന്താണ് ബന്ധം? യഥാർത്ഥത്തിൽ ജടായുവും സമ്പാദിയും വൃത്രാസുരൻ്റെ വധവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്നാലും ആരാണ് വൃത്രാസുരൻ, അദ്ദേഹത്തിൻ്റെ ചരിത്രമെന്ത് എന്ന് വെളിവാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് വൃത്രാസുര ചരിത്രം എന്ന് നമുക്കൊന്ന് നോക്കാം. പുരാതന സാഹിത്യങ്ങളിലും ശ്രീമദ് ഭാഗവതത്തിലും പത്മപുരാണത്തിലും മറ്റ് ഗ്രന്ഥങ്ങളിലുമായി കാണപ്പെടുന്ന വൃത്രാസുരനുമായി ബന്ധപ്പെട്ട കഥ ഇപ്രകാരമാണ്. പണ്ട് ത്വഷ്ട എന്നൊരു പ്രജാപതി ഉണ്ടായിരുന്നു. ഇന്ദ്രനും ഈ ത്വഷ്ട പ്രജാപതിയും ശത്രുക്കളായിരുന്നു. ത്വഷ്ടന് വിശ്വരൂപൻ എന്ന ഭക്തനും പുണ്യവാനുമായൊരു പുത്രനുണ്ടായിരുന്നു. 3 തലകളാൽ അനുഗ്രഹീതനായ വിശ്വരൂപൻ അപാരമായ ആത്മീയ ശക്തികളുള്ള ഒരു മഹർഷിയായിരുന്നു. വിശ്വരൂപൻ്റെ അമ്മ, അതായത് ഈ ത്വഷ്ടൻ്റെ ഭാര്യ, ഒരു അസുര സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ വിശ്വരൂപൻ അസുരന്മാരുമായി നല്ല സൗഹൃദം സ്ഥാപിക്കാൻ ഇടയായി. ഇത് ഇന്ദ്രലോകത്തിലെ രാജാവായ ഇന്ദ്രൻ്റെ മനസ്സിൽ അരക്ഷിതത്വവും ഭയവും ഉളവാക്കി. കോപം മൂർച്ഛിച്ച ഇന്ദ്രൻ വിശ്വരൂപനെ വധിച്ചു. ഇങ്ങനെ വധിക്കപ്പെട്ടു. വിശ്വരൂപനെ വധിച്ചു. കോപാകുലനായ പ്രജാപതി ത്വഷ്ടൻ തൻ്റെ മകനെ കാരണമില്ലാതെ കൊന്ന ദേവന്മാരുടെ അധിപനായ ഇന്ദ്രനെ കൊല്ലുവാൻ തീരുമാനിക്കുകയാണ്. ഇന്ദ്രനെ കൊല്ലാൻ ശക്തിയേറിയ മറ്റൊരു അസുരപുത്രനെ സൃഷ്ടിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അതിനായി അദ്ദേഹം ചെയ്തതെന്തെന്നറിയോ? അദ്ദേഹം ഒരു യാഗം നടത്തി. വിശുദ്ധ അഗ്നിയിൽ നിന്ന് ത്വഷ്ടന് മറ്റൊരു പുത്രൻ ജനിക്കുകയാണ്. ആ പുത്രന് വൃത്രാസുരൻ എന്ന് പേരിട്ടു. ഇങ്ങനെയാണ് വൃത്രാസുരൻ്റെ ജന്മം. വൃത്രാസുരൻ വളരെ ശക്തനും വീരനും തേജസ്സുമുള്ളവനുമായിരുന്നു. ദേവേന്ദ്രന് പോലും അവനെ ഭയമായിരുന്നു. ഇന്ദ്രനെ നശിപ്പിച്ച് തൻ്റെ സഹോദരൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്യുക എന്നതായിരുന്നു അവൻ്റെ ജീവിതത്തിലെ ഏക ലക്ഷ്യം. ആ ലക്ഷ്യം നിറവേറ്റാനായി വൃത്രാസുരൻ ഒരു കഠിന തപസ്സു ചെയ്യുകയാണ്. അതിൻ്റെ ഫലമായി ബ്രഹ്മാവിൽ നിന്നും അവന് പരമമായി ഒരു വരം ലഭിച്ചു. ആ വരം അനുസരിച്ച് അതുവരെ അറിയപ്പെട്ട ഒരു ആയുധത്തിനോ അവനെ കൊല്ലുവാൻ കഴിയില്ല. മാത്രമല്ല, നനഞ്ഞതോ ഉണങ്ങിയതോ ആയ മരമോ ലോഹമോ കൊണ്ടുണ്ടാക്കിയ ഏതെങ്കിലും ആയുധം കൊണ്ടോ അയാൾ മരിക്കില്ല. യുദ്ധസമയത്ത് അവൻ്റെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നും ആ വരം മൂലം അവന് ഒരു അനുഗ്രഹം സിദ്ധിക്കുകയാണ്. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഈ അനുഗ്രഹം ലഭിച്ചപ്പോൾ വൃത്രൻ ഇന്ദ്രനും അവൻ്റെ സൈന്യത്തിനുമെതിരെ ഒരു യുദ്ധം നടത്തുന്നു. അദ്ദേഹത്തിന് കനത്ത പരാജയം ആ യുദ്ധത്തിൽ അദ്ദേഹം നൽകി. അതിൻ്റെ ഫലമായി ഇന്ദ്രന് തൻ്റെ വാഹനമായ ഐരാവതത്തിനെ, ആനയെ ഉപേക്ഷിച്ച് യുദ്ധരംഗത്ത് നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. വൃത്രാസുരൻ പിന്നീട് ഇന്ദ്രലോകം ഏറ്റെടുത്തു. സഹായത്തിനായി ഇന്ദ്രൻ പരമശിവന്റെ അടുത്തേക്ക് ഓടി. പരമശിവനാകട്ടെ ഇന്ദ്രനെ കൂട്ടി ബ്രഹ്മാവിനെ സമീപിക്കുകയും പിന്നീട് മൂവരും കൂടി വിഷ്ണുവിൻ്റെ സഹായം തേടി ചെല്ലുകയും ചെയ്തു. ആദ്യം വൃത്രാസുരൻ്റെ വിശ്വാസം നേടണമെന്നും അതിനായി അവനുമായി ചങ്ങാത്തം കൂടണമെന്നും കാവൽക്കാരില്ലാത്ത സാഹചര്യം ഒത്തുകിട്ടുമ്പോൾ അവനെ കൊല്ലണമെന്നും വിഷ്ണു അവരെ ഉപദേശിച്ചു. കൂടാതെ തൻ്റെ യോഗമയയിലൂടെ വൃത്രാസുരനെ ബുദ്ധിപരമായ ചിന്തയ്ക്ക് കഴിവില്ലാത്തവനാക്കാൻ മഹാകാളിയുടെയും മഹാലക്ഷ്മിയുടെയും സരസ്വതിയുടെയും സംയുക്ത അവതാരമായ വൈഷ്ണവി ദേവിയോട് ഉപദേശിച്ചു. ഇന്ദ്രനാകട്ടെ വിഷ്ണു ഭഗവാൻ ഉപദേശിച്ചതുപോലെ എല്ലാം ചെയ്തു. തൽഫലമായി ദേവിയുടെ അനുഗ്രഹവും ലഭിച്ചു. ദേവതകൾക്ക് ആവശ്യമുള്ള സമയം വരുമ്പോൾ അവരെ സഹായിക്കാമെന്ന് ദേവി വാഗ്ദാനവും നൽകി. വൃത്രാസുരനെ അനുനയപ്പെടുത്താനായി പിന്നീട് ദേവേന്ദ്രൻ അവനുമായി സൗഹൃദം സ്ഥാപിക്കുകയാണ്. തൻ്റെ അവകാശത്തിൻ്റെ പകുതി വൃത്രാസുരന് അവൻ നൽകി. വ്യാജ സൗഹൃദം സ്ഥാപിച്ച് വൃത്രാസുരനെ കൊല്ലുവാനായിരുന്നു ഇന്ദ്രൻ്റെ ഉദ്ദേശം. വൃത്രാസുരനെ വധിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നതിനായി ഇന്ദ്രൻ ദേവലോകത്തെ അപ്സര സ്ത്രീയായ രംഭയെ ചുമതലപ്പെടുത്തി. രംഭയാകട്ടെ അവസരം ഒത്തു വന്നപ്പോൾ ഒരിക്കൽ നന്ദന ഉദ്യാനത്തിൽ വെച്ച് വീഞ്ഞ് നൽകി വൃത്രാസുരനെ മയക്കി അവൻ്റെ ബോധം നഷ്ടപ്പെടുത്തി അവനെ കടൽ തീരത്തേക്ക് ആനയിച്ചു കൊണ്ടുവന്നു. വൃത്രാസുരൻ സുരാപാനത്തിൻ്റെ ക്ഷീണത്താൽ കടൽ തീരത്ത് ഉറങ്ങുമ്പോൾ ഇന്ദ്രൻ കടൽ നുരയെ ശേഖരിക്കുകയാണ്. കടൽ നുരയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്? അത് നനഞ്ഞതോ ഉണങ്ങിയതോ അല്ല, മരമോ ലോഹമോ ഒന്നുമല്ല. അതൊരു ആയുധമായി വർഗീകരിക്കാനും കഴിയാത്ത ഒന്നാണ്. വൃത്രാസുരനെ കൊല്ലാൻ കടൽ നുരയെ ആയുധമാക്കുക എന്ന ഉദ്ദേശത്തോടെ ഇന്ദ്രൻ വൈഷ്ണവി ദേവിയെ നുരയിൽ പ്രവേശിക്കാൻ, ഈ കടൽ നുരയിൽ പ്രവേശിക്കാൻ വിളിച്ചു. ദേവി നുരയിൽ പ്രവേശിച്ചപ്പോൾ ഇന്ദ്രൻ അത് തൻ്റെ വജ്രത്തിന് ചുറ്റും പൊതിഞ്ഞു. ഈ കടൽ നുരയെ പൊതിഞ്ഞു. ദദീജി മഹർഷി ദാനം ചെയ്ത അസ്ഥികളിൽ നിന്ന് നിർമ്മിച്ച
അതായത് ദദീജി മഹർഷിയുടെ അസ്ഥികളിൽ നിർമ്മിച്ച മാരകമായ ഉഗ്രവുമായ ഇന്ദ്രൻ്റെ ആയുധമാണ് ഈ വജ്രം. ഈ വജ്രായുധത്താൽ ഇന്ദ്രൻ അവിടെ വെച്ച് വൃത്രാസുരനെ കൊല്ലുകയാണ്. വൃത്രാസുരൻ്റെ ഭീഷണിയിൽ നിന്ന് മുക്തി നേടിയ ദേവതകൾ അവരുടെ ആവശ്യമുള്ള സമയത്ത് തങ്ങളെ സഹായിക്കുമെന്ന് വാഗ്ദാനം പാലിച്ചതിന് ദേവിയെ സ്തുതിച്ചു എന്നുമാണ് ഐതിഹ്യം. ഈ വൃത്രാസുരനുമായി ബന്ധപ്പെട്ട കഥകൾ നമുക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇത് പത്മപുരാണം അടക്കമുള്ള പുരാണങ്ങളിലും ശ്രീമദ് ഭാഗവതത്തിലും അതുപോലെ തന്നെ മഹാഭാരതത്തിലുമെല്ലാം ഈ പരാമർശങ്ങൾ, വൃത്രാസുരനുമായി ബന്ധപ്പെട്ട കഥകളും പരാമർശങ്ങളും കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ 7ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠമായ ഭ്രാതൃസ്നേഹയിലെ ആദ്യ സ്നേഹത്തിൽ പരാമർശിക്കുന്ന ഈ വൃത്രാസുരൻ്റെ ചരിത്രം ഇതാണ്. ഇത് നിങ്ങൾക്ക് എവർക്കും പ്രയോജനം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, അവിടെ പറയുന്നുണ്ട് വൃത്രാസുരൻ്റെ വധവും ഇവരുടെ ജടായു സമ്പാദ്യം തമ്മിൽ യാതൊരു ബന്ധവുമില്ലെങ്കിലും ആ വധം നടക്കുമ്പോൾ ഞങ്ങൾ ആകാശത്തിലോട്ട് പറന്ന് സൂര്യൻ്റെ സമീപത്തേക്ക് പോകുകയായിരുന്നു എന്നാണ് ശ്ലോകം തുടങ്ങുന്നത്. അപ്പോൾ ഒരു ആശയക്കുഴപ്പം വരുന്നതുകൊണ്ടാണ് ഈ ക്ലാരിഫിക്കേഷൻ വീഡിയോ ഇട്ടത്. ഇത് ഏവർക്കും പ്രയോജനം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും കാണും വരെ വണക്കം. ധന്യവാദ.